ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സിജേഷ് എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കടക്കാം. മാഡം, എൻ്റെ പേര് സിജേഷ്. യഥാർത്ഥ പേരല്ല, വിവാഹിതനാണ്. ഏതാനും വർഷങ്ങളായി എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെയും കുട്ടികളില്ല. എനിക്ക് ഒരു ചേച്ചിയുണ്ട്. ചേച്ചി വിവാഹിതയാണ്. ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളായതാണ്. 5 വയസ്സുള്ള ഒരു മകനുമുണ്ട്. എൻ്റെ ചേച്ചിയും എൻ്റെ അമ്മാവൻ്റെ മകനുമായിട്ട് പ്രേമത്തിലായിരുന്നു. പക്ഷേ അമ്മായിക്ക് ആ ബന്ധത്തിൽ ഒട്ടും താല്പര്യമില്ല. എങ്കിലും രണ്ടുപേരും കൂടി കട്ടയ്ക്ക് ഉറച്ചു നിന്നു. അങ്ങനെ കുറച്ച് വിവാദമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ആ ഒരു ബന്ധം നടന്നത്. ബന്ധുക്കളാണെങ്കിലും എന്തോ രണ്ടു കൂട്ടർക്കും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ചേച്ചിയും ഭർത്താവും അവരുടെ ഇഷ്ടത്തിന് തന്നെ ജീവിക്കുമെന്ന് തീരുമാനിച്ചു. മാഡം, എൻ്റെ ചേച്ചിക്ക് പണ്ട് കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനാണ്. കല്യാണം കഴിയുമ്പോഴേക്കും ഉടനെ തന്നെ കുട്ടികളുണ്ടാകണമെന്ന് എപ്പോഴും പറയുമായിരുന്നു. പക്ഷേ അവർക്ക് കല്യാണം കഴിഞ്ഞ് 1 വർഷമായിട്ടും യാതൊരു വിശേഷവും ഉണ്ടായില്ല. പൊതുവെ അമ്മായിക്ക് എൻ്റെ ചേച്ചിയോട് അത്ര ഇഷ്ടമൊന്നുമല്ല. അങ്ങനെ ആയി കഴിയുമ്പോഴേക്കും ഒന്നുകൂടി അമ്മായിമ്മ പോര് തുടങ്ങി. ഏകദേശം 2 വർഷമായി കഴിഞ്ഞപ്പോഴേക്കും അവർ ഹോസ്പിറ്റലിൽ പോയി പരിശോധിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിന് വന്ന റിസൾട്ട് വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. കാരണം അവിടെ എൻ്റെ ചേച്ചിയുടെ ഭർത്താവിന് കുട്ടികളുണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ അത് അമ്മായിയോടോ ആരോടെങ്കിലുമോ പറയാൻ പറ്റില്ല. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടെ കല്യാണം കഴിച്ചതിൻ്റെ കുഴപ്പമാണെന്ന് അവർ പറഞ്ഞുണ്ടാക്കും. പിന്നെയും പോരും വഴക്കും കൂടും. അതുകൊണ്ട് അമ്മയോട് വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ 2 പേരെ ഉപദേശിച്ചു. നിങ്ങൾ 2 പേരും ആരോടും ഒന്നും പറയണ്ട. കാര്യം ഇതിപ്പോൾ നമുക്ക് ശരിയാക്കിയെടുക്കാം. വല്ല വൈദ്യമോ സ്വാമിയെയോ പൂജയോ അങ്ങനെ വല്ല നോക്കാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. പിന്നെ അവർ എന്ത് ചെയ്തെന്ന് എനിക്കറിയില്ല. കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിക്ക് വിശേഷമുണ്ടായി. ഇപ്പോഴുള്ള കുട്ടി അങ്ങനെ ഉണ്ടായതാണ്. അന്ന് ഞാൻ ഡിഗ്രിക്കോ മറ്റോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ ആ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ കെട്ടൊഴിഞ്ഞു. കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും അമ്മായിയും മരുമകളും തമ്മിൽ നല്ലൊരു ചേർച്ചയുണ്ടാകുകയും പിന്നീട് അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ചേച്ചി സുഖകരവും സന്തോഷവുമായിട്ടാണ് വാഴുന്നത്. പക്ഷേ ഇതുവരെ അവർക്ക് 2ാമത് കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. PG കഴിഞ്ഞപ്പോഴേക്കും എനിക്കും നല്ലൊരു ജോലി കിട്ടി. പെട്ടെന്ന് തന്നെ എൻ്റെ വിവാഹം നടത്തണമെന്ന് അമ്മ വാശി പിടിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പോൾ വേണ്ടാന്ന്. പക്ഷേ ജാതകത്തിലും മറ്റും വിശ്വസിക്കുന്ന അമ്മ പറഞ്ഞത് എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണം. കാര്യം നിനക്ക് നല്ലൊരു കമ്പനിയിലാണ് ജോലി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, സാലറി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അമ്മ തന്നെ കണ്ടെത്തിയതാണ് എൻ്റെ വധുവിനെ. പക്ഷേ എൻ്റെ മനസ്സിൽ പണ്ട് തൊട്ടേ ഒരാഗ്രഹമുണ്ട്. പക്ഷേ ആ ആഗ്രഹം ഒരിക്കലും നടക്കില്ല. കാരണം അതെൻ്റെ ഒരു കസിനാണ്. എന്നേക്കാൾ 3-4 വയസ്സിന് മൂത്തതാണ് അവൾ. അവളെ പണ്ട് തൊട്ടേ എന്തോ എനിക്കറിയില്ല, കുട്ടിക്കാലം മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാണാൻ നല്ല സുന്ദരിയാണ്. അഴകൊത്ത ശരീരം, നീണ്ട മുടി. ചിരിക്കുമ്പോൾ അവളുടെ പല്ലുകൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. സ്വതവേ ചുവന്ന ചുണ്ടുകളാണ് അവൾക്ക്. കൈവിരലുകളൊക്കെ വെളുത്ത് കുരുന്നനെയുള്ള ഒരു ശില്പചാതുര്യം അവൾക്കുണ്ട്. ആര് കണ്ടാലും പണ്ടേ അവളെ നോക്കും. എനിക്കാണെങ്കിൽ ചെറിയ കാലം മുതലേ, ഏതോ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതലേ എൻ്റെ കൈക്കറികളൊക്കെ അവളെ ഓർത്തിട്ടായിരുന്നു. കാര്യം അന്ന് തന്നെ അവളൊരു മദാലസയായിരുന്നു. എൻ്റെ സ്വപ്നങ്ങളിൽ അവൾ ഒത്തിരി വട്ടം വന്നു പോയിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, ഒരിക്കലും എനിക്ക് അവരോട് അങ്ങനൊന്നും സംസാരിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. രാത്രികളിൽ വെറുതെ ഒഴുക്കിക്കളഞ്ഞ മോഹങ്ങളായിരുന്നു അവളോട് എനിക്ക് ഉള്ളത്. അവൾക്കെപ്പോഴും ഒരു ഇലഞ്ഞിപ്പൂ മണമുള്ള സെൻറ്റിൻ്റെ ഗന്ധമായിരുന്നു. ദേഹമാസകലം പലപ്പോഴും അവൾ അത് പൂശാറുണ്ട്. അതെന്തോ എനിക്ക് പണ്ട് മുതലേ ഒത്തിരി ഇഷ്ടമാണ്. അവൾക്ക് ആ സെൻറ്റ് എവിടെ നിന്ന് കിട്ടിയെന്ന് പലപ്പോഴും ചോദിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എല്ലാ സമയത്തും അവൾ ആ സെൻറ്റ് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. ദൂരെ നിന്നാണെങ്കിലും അവൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവളാണ് വന്നതെന്ന്. അത്രയ്ക്കും സുഗന്ധമാണതിന്. അവളെ ഒരു ഗന്ധർവ സ്ത്രീയായിട്ട് ഞാൻ മനസ്സിൽ കണ്ടിരുന്നു. എന്തായാലും അതൊന്നും നടക്കില്ലെന്ന് എനിക്കറിയാം. ഒന്നാമതേ മൂത്തതായതുകൊണ്ട് വീട്ടുകാർ കല്യാണം കഴിച്ചു തരില്ല. പ്രേമിക്കാൻ പറ്റില്ല. അടുപ്പമുണ്ടെങ്കിലും ബാക്കി കാര്യങ്ങളൊന്നും ചോദിക്കാനും പറ്റില്ല. സത്യം പറഞ്ഞാൽ ഒരുതരം സിസ്റ്റർ കൺസേൺ ആയിട്ടാണല്ലോ നമുക്ക് വരുന്നത്. മുറയനുസരിച്ച് ഒരിക്കലും അങ്ങനെയൊന്നും പറയാൻ പറ്റുകയില്ല. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ മോഹങ്ങളാകും എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ ജീവിച്ചത്. പിന്നെ അവളുടെ കല്യാണം വന്നത് എൻ്റെ ഡിഗ്രി കാലഘട്ടങ്ങളിലാണ്. അവളുടെ കല്യാണം ഉറപ്പിച്ചപ്പോൾ എനിക്ക് ഭയങ്കര നഷ്ടബോധമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, പ്രതികരിക്കാനുള്ള ഒരു പ്രായമില്ല. ആ കല്യാണത്തിന് 2-3 ദിവസം മുമ്പ് തന്നെ എല്ലാവരും അവളുടെ വീട്ടിൽ ചേക്കേറിയിരുന്നു. ഒരു 11 വരെയൊക്കെ ഞങ്ങൾ ആൺകുട്ടികളെല്ലാം അവിടെ പലരെ സഹായിച്ചും ചിരിച്ചും കളിച്ചൊക്കെ ഇരിക്കും. അത് കഴിഞ്ഞ ശേഷം ഉറങ്ങാൻ പോകും.
അവളുടെ വീട് ഒരു പഴയ തറവാട് വീട് പോലെയാണ്. മച്ചിന് മുകളിൽ പോലെയുള്ള ഭാഗത്ത് കുറച്ച് മുറികളുണ്ട്. അവിടെ ഒരു മുറിയിൽ തറയിലാണ് ഞങ്ങളെല്ലാം വ്യത്യസ്ത അകലത്തിൽ കിടന്നുകൊണ്ടിരുന്നത്. ഒരു 4-5 പേര് കാണും ഒരു മുറിയിൽ. തലയണയും പായുമൊക്കെ ഇട്ടിട്ടാണ് കിടക്കുന്നത്. അല്ലാതെ കട്ടിലൊന്നും ആ മുറിയിലില്ല. ഒത്തിരി ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നടക്കുന്ന കാര്യമില്ലല്ലോ നമുക്കായിട്ട് സൗകര്യം കിട്ടുക. പക്ഷേ എല്ലാവരും കൂടെ അവിടെ ചെന്ന് കിടന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞത് നല്ല രസമായിരുന്നു. പക്ഷേ അവളെ ഏതൊരു കോന്തൻ കല്യാണം കഴിച്ചുകൊണ്ട് പോവുകയാണല്ലോ. എനിക്ക് ഒരു ഉപകാരമില്ലല്ലോ. എങ്കിൽ അവളെ ഓർത്ത് ഞാൻ മുകളിലേക്ക് എന്തെങ്കിലും വിക്ഷേപണം നടത്തിയേക്കാം എന്ന് അവിടെ ചെന്നപ്പം വിചാരിച്ചു. കാര്യം കളിച്ചിരികളുമായിട്ട് അവൾ ഞങ്ങൾ ഉറങ്ങുന്നത് വരെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നല്ലോ. പക്ഷേ എൻ്റെ അടുത്ത് ആളുകളൊക്കെ കിടക്കല്ലേ, അതുകൊണ്ട് അത്തരം പ്രവർത്തികളിലേക്ക് പോകുന്നത് നാണക്കേടായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഉള്ളിൽ എന്തോ ഒളിപ്പിച്ച മട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ എല്ലാം എപ്പോൾ വേണമെങ്കിലും ഭീകരനെ പോലെ പുറത്തു ചാടാം. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തൊട്ടാൽ പൊട്ടുന്ന പ്രായമാണ്. സഹിക്കാവുന്നിടത്തോളം സഹിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. ഏതോ ഒരു സമയത്ത് പല ചിന്തകളുമായി ഞാൻ ആദ്യ ദിവസം ഉറങ്ങിപ്പോയി. നല്ല ഉറക്കത്തിലായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. കാര്യം ആരോ തഴുകുന്ന പോലെ എനിക്ക് തോന്നി. ഇരുട്ടാണ്. പക്ഷേ ഞാൻ പെട്ടെന്ന് ഞെട്ടിയെങ്കിലും ഒരു തഴുകലും തലോടലുമാണ്. എനിക്ക് അപ്പോൾ എന്തോ ഒന്ന് തോന്നി. സ്വപ്നമാണോ സത്യമാണോ എന്നുള്ള തോന്നലിനിടയിൽ എനിക്കത് സത്യമാണെന്ന് മനസ്സിലായി. ആരോ തഴുകി ഉണർത്തി താരാട്ട് പാടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ പെട്ടെന്നാണ് ഇലഞ്ഞിപ്പൂവിനെ പോലൊരു മണം എൻ്റെ മൂക്കിൽ വന്നത്. ഞാൻ ഞെട്ടലോടുകൂടി തിരിച്ചറിഞ്ഞു, അത് കല്യാണം കഴിക്കാൻ പോകുന്ന എൻ്റെ കസിനാണ്. അവൾ എന്തിനാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്? പക്ഷേ എൻ്റെ സ്വപ്ന സാഫല്യമാണ്. ഞാൻ നല്ല ഗാഠനിദ്രയിലാണ് എന്ന് വെച്ചിട്ടായിരിക്കാം അവൾ ഇങ്ങോട്ട് വന്നത്. ഞാൻ ഉണർന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്വപ്നങ്ങൾ ഒന്നും നടക്കില്ല. അവളാണെങ്കിൽ പരിശ്രമത്തിൻ്റെ പരകോടിയിലാണ്. അത്ര വലിയ പരിശ്രമമൊന്നും അതിന് ആവശ്യമുണ്ടായിരുന്നില്ല. കാര്യം അവളാണെന്ന് ഗന്ധത്തിൽ കൂടി മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും എല്ലാം റെഡിയായിരുന്നു. ഇനി എന്ത് എന്നുള്ള ആകാംക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾക്ക് ആകാംക്ഷകൾ അവസാനിപ്പിക്കാനും താല്പര്യമില്ലെന്ന് എനിക്ക് തോന്നി. കുറേ നേരമുള്ള ആ പരിലാളനങ്ങൾ എന്നെ ശരിക്കും മറ്റൊരു മായിക ലോകത്ത് എത്തിച്ചു. ഞാനും ഒരു ഗന്ധർവനായി മാറി. ഇനി എന്നുള്ളതിന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഉത്തരം കിട്ടി. അവളൊരു സവാരി പ്രിയയായി മാറുകയായിരുന്നു. സവാരിയിൽ അവൾ മികച്ച സ്പീഡിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അത് എൻ്റെ ജീവിതത്തിലെ ആദ്യ അനുഭവമായിരുന്നു. നിർത്താതെയുള്ള സവാരിയിൽ അവൾ ശബ്ദങ്ങൾ പുറത്ത് കേൾക്കാതിരിക്കാൻ അസാധാരണമായ ഒരു മെയ്വഴക്കം അവിടെ പ്രയോഗിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഗാഠനിദ്രയിൽ നിന്നും ഉണർന്നു എന്നുള്ള രീതിയിൽ എന്നെ തൊട്ടു നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, ഗാഠനിദ്ര ചമഞ്ഞെനിക്ക് കിടക്കേണ്ടി വന്നു. ഞാനും മാക്സിമം ഒരിക്കൽ പോലും മറ്റുള്ളവർക്ക് അടുത്തുള്ളവർക്ക് ശബ്ദമുണ്ടാക്കാതെ ഈ പ്രയാണം തീർക്കാൻ വേണ്ടി ഉള്ളിൽ ആഗ്രഹിച്ച് എൻ്റെ മുഖം ഉയർത്തി നീന്തു. അവസാനം സവാരി തീർന്നപ്പോഴേക്കും കുറേ സമയമെടുത്തു. പക്ഷേ ഞാൻ അപ്പോഴേക്കും എൻ്റേതായ രീതിയിൽ ഒരു വല്ലാത്ത ഉയർന്ന മഹത്വ നിലയിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. അവൾ പിന്നീട് എന്തോ സ്വാതന്ത്ര്യ പദ്ധതികളൊക്കെ ഒന്ന് സ്ഥാപിച്ച ശേഷമാണ് ഇറങ്ങിപ്പോയത്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഇത് സ്വപ്നമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി എല്ലാം ഒന്ന് എക്സാമിൻ ചെയ്തു. പക്ഷേ അപ്പോഴും ഇലഞ്ഞിപ്പൂ മണം എൻ്റെ ദേഹത്തുണ്ടായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി, ഇത് സ്വപ്നമോ അല്ലെങ്കിൽ വേറെതെങ്കിലും അയഥാർത്ഥമായ കാര്യവുമല്ല, ഇത് സത്യമാണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു രാത്രി കൂടിയുണ്ട്. അടുത്ത രാത്രിയിലും ഇത് സംഭവിക്കുമോ? എനിക്ക് ഒരു പിടിയുമില്ല. അന്നത്തെ ദിനം എൻ്റെയും അവളുടെയും ദിനമായിരുന്നു എന്നോർത്തു. അവൾക്കും ഒരു പക്ഷേ എന്നോട് സ്നേഹം കാണാം, ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഒളിച്ചിരുന്നതാകാം. ഇനിയിപ്പോൾ വിവാഹം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അതിനൊരു സാഹചര്യമില്ല. അതിനു മുമ്പേ എല്ലാ അവസരങ്ങളും ഉണ്ടാക്കാമെന്ന് അവളും വിചാരിച്ച് കാണും. കൊച്ചു കള്ളി എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. എന്തായാലും നടക്കാത്ത കാര്യങ്ങൾ നടന്നല്ലോ. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും അവളുടെ മുഖത്ത് നോക്കാൻ എനിക്ക് ചമ്മലായിരുന്നു. പക്ഷേ അവൾക്കൊരു പ്രശ്നവുമില്ല, കൂളായി നടക്കുന്നു കൊച്ചു കള്ളി. പലവട്ടം ഞാൻ അവളെ ശ്രദ്ധിച്ചെങ്കിലും അവൾ വളരെ സ്വാഭാവികമായിട്ടാണ് പെരുമാറിയത്. അവൾ മിടുക്കിയാണെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് രാത്രിയിലും എന്തെങ്കിലും ചാൻസുകളുണ്ടോ എന്ന് ഞാൻ വിചാരിച്ചു. അന്ന് സ്വപ്നം പിന്നെ റിപ്പീറ്റ് ചെയ്യും. സ്വപ്നമല്ല, സത്യമായ സ്വപ്നം.
അങ്ങനെ ഞാൻ വിചാരിച്ചു. പക്ഷേ കറക്റ്റായിട്ട് അത് നടക്കുകയും ചെയ്തു. അന്ന് രാത്രിയിലും ഇലഞ്ഞിപ്പൂ മണം എന്നെ തേടി വന്നു. പോയ ദിനത്തേക്കാൾ മനോഹരമായിരുന്നു അടുത്ത ദിവസം. അപ്പോൾ അത് എനിക്ക് കൂടുതൽ ഉന്മേഷവും ഉത്സാഹവും പകർന്നു നൽകി. അതുമാത്രമല്ല, ഞങ്ങൾ രണ്ടുപേരും ജോഡി പൊരുത്തമുള്ളവരായി എനിക്ക് തോന്നി. കാര്യം അത്രയ്ക്കും ജോഡി ചേരുന്ന ഒരു നിമിഷമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അതിനൊന്നും ആയുസില്ലെന്നറിയാം. എങ്കിലും രണ്ടെങ്കിൽ രണ്ട് എന്ന് ഞാൻ വിചാരിച്ചു എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ അന്നത്തെ രാത്രിയും ഞാൻ ശരിക്കും ഉറക്കം നടിച്ച് മനോഹരമായി തീർത്തുവിട്ടു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസവും അവൾക്ക് യാതൊരു വിധത്തിലുള്ള ഭാവഭേദങ്ങളും മുഖത്തില്ല. അവളാണെങ്കിൽ കല്യാണ സമയത്ത് നല്ല അടിപൊളിയായി ചിരിച്ച് കളിച്ച് തമാശയൊക്കെ പറഞ്ഞ് എല്ലാവരോടും ടാറ്റ പറഞ്ഞ് ഒരു കരച്ചിൽ പോലും കരയാതെ പോവുകയും ചെയ്തു. ഇവളുടെ മനസ്സിൽ ഇത്രയ്ക്കും വല്ലാത്തൊരു സ്വഭാവം ഉണ്ടായിരുന്നല്ലോ എന്ന് ഞാൻ ഓർത്തു. എന്നാലും ഒന്നും പറഞ്ഞില്ലെങ്കിലും അവൾ മോഹങ്ങളൊക്കെ ഒന്ന് പൂർത്തീകരിച്ച ശേഷമാണ് വിവാഹിതയായി പോയത്. അതുകൊണ്ട് അവളോട് എനിക്ക് നന്ദിയും സ്നേഹവുമാണ് തോന്നേണ്ടത് എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ മനസ്സിനെ നിയന്ത്രിച്ചു. എന്നാലും എനിക്ക് നല്ല നഷ്ടബോധമുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് വർഷങ്ങളോളം അയവിറക്കാൻ ആ ഇലിഞ്ഞിപ്പൂ മണവും അന്നത്തെ രാത്രികളും കൂട്ടിനുണ്ടായിരുന്നു. പക്ഷേ അമ്മ പിന്നീട് എന്നോട് കല്യാണത്തിന് നിർബന്ധിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല. കാര്യം ഈ ചിന്തകളിൽ ഞാൻ ഒത്തിരി നല്ല സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തിയിരുന്നു. പിന്നെ അമ്മ എന്നോട് വഴക്കുണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ശരി, ജാതകമോ മണ്ണാകട്ടെ എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പെണ്ണ് കാണാൻ പോയത്. പലയിടത്തും പെണ്ണ് കാണാൻ പോയിട്ടും എനിക്കാണെങ്കിൽ ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അവർക്കൊക്കെ ആണെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ല ജോലിയും സാലറിയും ലുക്കും ഒക്കെ ഉള്ളതുകൊണ്ട് അതിൽ പ്രശ്നമില്ല. പക്ഷേ അവസാനമാണ് ഞാൻ എൻ്റെ ഭാര്യയെ കണ്ടെത്തിയത്. ഈ പറഞ്ഞ കസിനേക്കാൾ കൂടുതൽ സൗന്ദര്യം എനിക്ക് അവളിൽ തോന്നി. എൻ്റെ കസിനേക്കാൾ എന്തുകൊണ്ടും 100 മടങ്ങ് മെച്ചപ്പെട്ടവളാണ് അവൾ എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കല്യാണം കഴിക്കണം എന്ന് തോന്നി. അങ്ങനെയാണ് കുറച്ച് നേരത്തെ ആണെങ്കിലും എൻ്റെ കല്യാണം കഴിഞ്ഞത്. ഞാനും ഭാര്യയും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ രണ്ടുപേരും നല്ല കോർഡിനേഷനിലാണ്. ഈ കഥകളൊന്നും ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല. എങ്കിലും എൻ്റെ ഇഷ്ടങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ അവളോട് ഞാൻ ഷെയർ ചെയ്യും. അതിനനുസരിച്ച് നന്നായി അധ്വാനിച്ച് എനിക്ക് വേണ്ടി കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരാളാണ് എൻ്റെ ഭാര്യ. പരസ്പരം ഇഷ്ടങ്ങളെല്ലാം പറഞ്ഞ് നല്ല ജോളിയായിട്ടാണ് ഇന്ന് വരെയും പോയത്. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോഴേ അമ്മ പറഞ്ഞു, എത്രയും പെട്ടെന്ന് നിങ്ങൾ കുട്ടികൾ വേണം. 1 വർഷം ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ എന്നാണ് അമ്മയുടെ വെയ്പ്പ്. എൻ്റെ ചേച്ചിയുടെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നല്ലോ. പക്ഷേ 1 വർഷം കഴിഞ്ഞിട്ടും പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടായില്ല. ആ സമയത്ത് അമ്മ നിർബന്ധിച്ചു, നിങ്ങൾ രണ്ടുപേരും പോയി ടെസ്റ്റ് ചെയ്തേ പറ്റുകയുള്ളെന്ന്. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യയ്ക്ക് 100,000 കുഴപ്പങ്ങൾ. ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭേദമാകും, പക്ഷേ കുഴപ്പങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ഡേറ്റ് പോലും ഇറഗുലറായിട്ട് വരുന്ന ഒരു സ്വഭാവക്കാരിയാണ് അവൾ. ആദ്യമൊന്നും ഞാൻ ഒന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ല. പതുക്കെ മരുമകളോടുള്ള സ്വഭാവം അമ്മയ്ക്ക് മാറാൻ തുടങ്ങി. അമ്മ അവളുമായിട്ട് പലപ്പോഴും വാഗ്പോരിൽ ഏർപ്പെടാൻ തുടങ്ങി. സ്ത്രീകളായാൽ കുട്ടികളുണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിന് നിനക്കെന്ന് സാധിക്കുമെന്നറിയില്ല. അതുകൊണ്ട് നീ അധികം കാലം എൻ്റെ മോൻ്റെ കൂടെ നിൽക്കണ്ട, നീ അങ്ങ് ഒഴിഞ്ഞു പോ, വേറെ ഒരു കല്യാണം കൊണ്ട് ഞാൻ കഴിപ്പിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അമ്മ അവളുമായിട്ട് ഞാൻ ഇല്ലാത്ത സമയത്ത് പ്രശ്നങ്ങളുണ്ടാകാൻ തുടങ്ങി. അപ്പോൾ അവൾ ആദ്യ കാലഘട്ടത്തിലൊന്നും എന്നോട് പറഞ്ഞില്ല. പിന്നീട് അതൊക്കെ ഇങ്ങ് പൊട്ടിത്തെറിയിലെത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അമ്മയുമായിട്ട് ഭയങ്കര വഴക്കായി. എൻ്റെ ഭാര്യയെ അമ്മയൊന്നും പറയേണ്ട കാര്യമില്ല, നിങ്ങളൊക്കെ കണ്ടെത്തി തന്ന ആളാണ് എൻ്റെ ഭാര്യ. ഇനിയിപ്പോൾ കുട്ടികൾ ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹമാണ്. കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ജീവിച്ചോളാം. അമ്മ ഇങ്ങനെ കിടന്ന് അവളെ ബഹളമുണ്ടാക്കി പ്രശ്നങ്ങളുണ്ടാക്കി ഇവിടുത്തെ സമാധാനം നശിപ്പിക്കരുതെന്ന് പറഞ്ഞു. അമ്മ പക്ഷേ അതൊന്നും വകവെച്ചില്ല. ഇടയ്ക്കിടയ്ക്ക് വഴക്കുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഭയങ്കര വഴക്കായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, എനിക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല, ഈ വീട് വിട്ട് ഞാൻ പോവുകയാണ്. അല്ലാതെ ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ മാത്രമാകും ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, എടാ ഞാൻ പറഞ്ഞത് ഒരു കുട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് എത്ര വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നിന്നോട് പറഞ്ഞാൽ മനസ്സിലാകുന്നൊരു പ്രായം പോലുമല്ല. അത് ഭയങ്കര ഗൗരവമുള്ളൊരു കാര്യമാണ്. കുട്ടികളില്ലെങ്കിൽ എന്ത് പ്രശ്നമാണെന്ന് നിനക്കറിയാമല്ലോ. നിൻ്റെ ചേച്ചിക്ക് ഒരു കുട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെല്ലാം
എല്ലാം ചെയ്തു. ആ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഞങ്ങൾക്കും കുട്ടികളുണ്ടാകും. ഇത് എനിക്ക് സംശയമാണ്. നിന്റെ ചേച്ചിക്ക് ഒരു കുഴപ്പവുമില്ലായിരുന്നു. ചേച്ചിയുടെ ഭർത്താവിനാണ് കുഴപ്പം. പക്ഷേ ഇവിടെ നിനക്കൊരു കുഴപ്പവുമില്ല. അവൾക്ക് കുഴപ്പമുണ്ട് താനും. അതൊക്കെ ജസ്റ്റ് ഒരു റിപ്പോർട്ടല്ലേ, എനിക്കും ചെറിയ കുഴപ്പങ്ങളൊക്കെ കാണും എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, നിനക്ക് ഒരു കുഴപ്പമില്ല, ഒന്ന് തൊട്ടാൽ മതി, എല്ലാം റെഡിയാകും. നിന്റെ പെങ്ങൾ തന്നെ അതിനൊരു തെളിവല്ലേ നിന്റെ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അമ്മ പെട്ടെന്ന് നാക്ക് കടിച്ചു. അമ്മ പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അമ്മ എന്താ പറഞ്ഞത്, ഇപ്പം എന്താ പറഞ്ഞു ചോദിച്ചു. അമ്മ പറഞ്ഞു, അങ്ങനെയല്ല, നിൻ്റെ പെങ്ങളുടെ കാര്യത്തിന് ഞാൻ ഒത്തിരി കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് കുട്ടികളുണ്ടായത് നീ കണ്ടില്ലേ എന്ന് അമ്മ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ എങ്ങനെയല്ലോ പറഞ്ഞതെന്ന്, അതും ഞാൻ പറഞ്ഞ് നിനക്ക് മനസ്സിലാകാനിട്ടാ എന്ന് പറഞ്ഞ് അമ്മ അടുക്കളയിലേക്ക് പോയി. ഞാൻ പുറകെ ചെന്നു. ഭാര്യ ആ രംഗത്ത് ഉണ്ടായിരുന്നില്ല. ഞാൻ ചോദിച്ചു, അമ്മ എന്താ പറഞ്ഞത്, എന്തോ ദുരൂഹതയുണ്ടല്ലോ, ചേച്ചിക്ക് എങ്ങനെയാണ് കുട്ടി ഉണ്ടായെന്ന് അമ്മ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാകാനുണ്ടാ. ചേച്ചിയും കൊണ്ട് ഞാനൊരു സ്വാമിയുടെ അടുത്ത് പോയി. ആ സ്വാമി പറഞ്ഞ പ്രകാരം ഒത്തിരി കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് കുട്ടികളുണ്ടായത്. ഞാൻ പറഞ്ഞു, ഏത് സ്വാമി, എന്നെ അവിടെ കൊണ്ടുപോകൂ, ഞാനും ഭാര്യയും കൂടെ വരാം, അപ്പോൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് ശരിയാകുമല്ലോ. പിന്നെന്തിനാണ് അമ്മ അവളെയും എന്നെയും കൂടി ചേർത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അവളോട് മാത്രമായിട്ട് നിങ്ങൾ എന്തിനാണ് ക്രൂരമായി പെരുമാറുന്നത് എന്നൊക്കെ ചോദിച്ചു. ആ, ഇനി അതേ വഴിയുള്ളൂ, സ്വാമി ഉണ്ടോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഭാര്യ വന്നപ്പോൾ ഈ കാര്യം പറയാതെ അമ്മ വഴക്കുണ്ടാക്കി എന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, എന്നെ നിങ്ങളങ്ങ് ഉപേക്ഷിക്കുക, എന്നിട്ട് വേറെ കല്യാണം കഴിക്കുക, അതായിരിക്കും ഏറ്റവും നല്ലതെന്ന്. ഞാൻ പറഞ്ഞു, അങ്ങനെ ഇപ്പോൾ കല്യാണമൊന്നും കഴിക്കുന്നില്ല, എനിക്കിപ്പോൾ കുട്ടികളുണ്ടായിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല, പിന്നെ അവരെന്തോ സ്വാമി എന്നതൊക്കെ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം, അത്രയേ ഉള്ളൂ. ഇത്ര ചെറുപ്പത്തിലെ കുട്ടികളെന്ന് പറഞ്ഞിട്ട് നമ്മൾ കിടന്ന് വെപ്രാളപ്പെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അവളെ ഞാൻ ആശ്വസിപ്പിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പിന്നെയും ചോദിച്ചു, അമ്മേ, സ്വാമിയുടെ കാര്യത്തിൽ അറിയിക്കുകയോ? ഇനിയിപ്പോൾ അമ്മ പറഞ്ഞതുപോലെ ആ ഒരു വഴിക്ക് നമുക്ക് ചിന്തിക്കാമെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, ആ സ്വാമിയൊന്നും ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു, അവിടുന്ന് പോയെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എത്രയും നാൾ കിടന്ന് അലച്ച് ബഹളം ഉണ്ടാക്കി, എന്നിട്ട് ഇപ്പോൾ എന്താ സ്വാമിയില്ല, അതില്ല, ഇതില്ല എന്നൊക്കെ പറഞ്ഞത്? പിന്നെ എങ്ങനെയാണ് കുട്ടികളുണ്ടാകുക? ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്, അത് ശരിയാകില്ല. സ്വാമിയാണ് ചേച്ചിക്ക് ശരിയാക്കി കൊടുത്തത്. അതിനിടയ്ക്ക് നിങ്ങൾ എന്തോ ദുരൂഹമായ കാര്യങ്ങൾ പറയുകയും ചെയ്തു. സത്യം പറ, വേറെന്തോ മാനിപ്പുലേഷൻസ് അവിടെ നടന്നിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മയോട് പറഞ്ഞു, ഒച്ച താട്ടി സംസാരിക്ക്, സ്വാമിയെ ഞങ്ങൾ കണ്ടിരുന്നു, അപ്പോൾ എന്തായാലും അവന് കുട്ടികളുണ്ടാവില്ലെന്നാണ് പറഞ്ഞത്. എന്തെങ്കിലും ഒരു കുതന്ത്രം നോക്കണമെന്ന് പറഞ്ഞു. നിൻ്റെ അച്ഛൻ്റെ മകനല്ലേ നീ? അപ്പോൾ അങ്ങേര് പണ്ട് മുതലേ നല്ലൊരു വീരനാണല്ലോ, അപ്പോൾ നീ ആയിരിക്കാം അതിന് ശരിയായിട്ടുള്ള ആളെന്ന് ഞാൻ വിചാരിച്ചു. നീ അറിയാതെ കളക്ട് ചെയ്തിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ കൊടുത്ത് അത് ശരിയാക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതെങ്ങനെ നടക്കും? അതൊക്കെ അന്ന് ഉറക്കത്തിൽ ഓക്കെ ആക്കിയതാണ്, അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ മറ്റ് വലിയ പ്രശ്നങ്ങളൊന്നും നടന്നിട്ടില്ല. നിൻ്റെ ചേച്ചി ഇപ്പോൾ സുഖമായിരിക്കുന്നത് നിൻ്റെ കാരണത്താലാണ് എന്ന് മാത്രം വിചാരിക്കുക, അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ അരുതാത്തൊന്നും സംഭവിച്ചിട്ടില്ല. ഇതിൽ കൂടുതലൊന്നും ഞാൻ പറയില്ല, ഇനി ഇതിൻ്റെ പുറകെ നടക്കണ്ട എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് ആകെ കൺഫ്യൂഷനായി. അങ്ങനെ നടന്നതായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഓർമ്മയില്ല. ഇനി വല്ല ഓർക്കുകളെയും തന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും കളക്ട് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ശരിയാക്കിയെടുക്കാൻ മാർഗമുണ്ടോ? എനിക്കറിയില്ല, ആകെ കൺഫ്യൂഷനായിരുന്നു മാഡം. ആ സംശയം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിന്നു. പക്ഷേ ഞാൻ അപ്പോഴാണ് ഓർത്തത്, അന്ന് ഇലഞ്ഞിപ്പൂ മണവുമായിട്ട് സംഭവിച്ച രാത്രിയിൽ എന്താണ് സംഭവിച്ചത്? ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് അത് എൻ്റെ കസിനായിരിക്കും എന്നാണ്. ഇനിയിപ്പോൾ അത് ഈ പറഞ്ഞതുപോലുള്ള സംഭവമായിരിക്കുമോ? ഇലഞ്ഞിപ്പൂ പണത്തിന് സ്പ്രേ വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാമല്ലോ. അന്ന് ഇത്രയും കാലമുള്ള എൻ്റെ സ്വപ്നങ്ങൾ തകർന്നടിയുകയായിരുന്നു. അമ്മ അത് തുറന്നു പറഞ്ഞില്ലെങ്കിലും അന്നത്തെ രാത്രികളിൽ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു, അമ്മയും ചേച്ചിയും എല്ലാം ഉണ്ട്. അപ്പോൾ അതൊരിക്കലും എൻ്റെ കസിനാകാൻ സാധ്യതയില്ല. ഞാൻ വെറുതെ മോഹസ്വപ്നം കണ്ടതാണ്. അന്ന് നടന്നത് അമ്മയുടെ കുബുദ്ധിയിൽപ്പെട്ട എന്തോ കാര്യമാണ്. എന്തായിരിക്കും? ഇനിയിപ്പം ആ വീട്ടിലായിരുന്നല്ലോ ചേച്ചിയും എൻ്റെ അമ്മയും എല്ലാം. അവളുടെ സ്പ്രേ എടുത്ത് അടിച്ചതാകാനും വഴിയുണ്ട്. ഞാനാകെ തകർന്നു പോയി. വല്ലാത്ത കുറ്റബോധം. അമ്മയുടെ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, നീ വിചാരിക്കുന്ന രീതിയിലൊന്നുമല്ല, അതിനൊക്കെ വേറെ രീതിയുണ്ട്, സ്വാമി പറഞ്ഞു തന്നാണെന്ന് പറയുന്നു. എന്ത് രീതിയാണെന്ന് ഒട്ടും പറയുന്നുമില്ല. പിന്നീട് ചോദിച്ചപ്പോൾ മിണ്ടാതിരിക്കുകയും ചെയ്യുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ചേച്ചി എന്നെ ഫോണിൽ വിളിച്ചു. അമ്മയുടെ പുറകെ നീ നടന്ന് ശല്യപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ നീ വിചാരിക്കുന്ന തെറ്റുകളൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. എൻ്റെ ജീവിതം ഒന്ന് ശരിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അത് ഉറക്കത്തിൽ കളക്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ.
അത് ഡോക്ടർമാരാണ് എല്ലാം ശരിയാക്കി തന്നത്. അല്ലാതെ നീ വേറൊന്നും ആലോചിച്ചിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ സംസാരിക്കുകയും ചെയ്യരുത്. എൻ്റെ സ്വസ്ഥമായ ജീവിതം തകരും എന്ന് പറഞ്ഞ് ചേച്ചി കട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ എനിക്കൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ്റെ ഒരു ചായയില്ല കുഞ്ഞിന്. ഞങ്ങളുടെ വീട്ടിലെ ആൾക്കാരുടെ ചായ മാത്രമേ ഉള്ളൂ. എന്തായാലും അവിടെ അങ്ങനൊരു തെറ്റ് നടന്നുവെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ചേച്ചി വന്നു കഴിഞ്ഞപ്പോഴേക്കും ആരും കാണാതെ എന്നോട് പറഞ്ഞു, കുട്ടാ നീ വിചാരിക്കുന്ന പോലെയല്ല അവിടെ തെറ്റുകളല്ല സംഭവിച്ചത്. അത് സാമ്യമൊന്നും പറഞ്ഞിട്ടില്ല. ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് പോലെയായിരുന്നു. ഒരു രക്തദാനം എന്നുള്ള രീതിയിൽ മാത്രം നീ കണ്ടാൽ മതി. അത് നീ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ മാത്രമായിരുന്നു. അല്ലാതെ വേറെ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല. ഇനി എന്നോട് ചോദിക്കരുത്, എനിക്ക് വിഷമമാണ്. ഞാൻ ഒരിക്കലും അതിന് മറുപടി പറയുകയില്ല. ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതോടുകൂടി ആ ചോദ്യം ഞാൻ അവസാനിപ്പിച്ചു. പക്ഷേ എൻ്റെ ഉള്ളിൽ സത്യം പറഞ്ഞാൽ ഒത്തിരി ചോദ്യങ്ങളും പ്രശ്നങ്ങളുമുണ്ട്. ചേച്ചിയുടെ മുഖത്ത് നോക്കാൻ എനിക്ക് പലപ്പോഴും വിഷമം തോന്നുന്നു. അന്ന് രാത്രി ഈ ബുദ്ധിക്ക് പിന്നിൽ പ്രവർത്തിച്ചത് അമ്മയായിരിക്കാം. ഇനി അമ്മ അറിയാതെയാണോ? ഒന്നും അറിയില്ല. ആ രാത്രിയിലെ സംഭവങ്ങളെക്കുറിച്ച് രണ്ടുപേരോടും എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷേ പല കാര്യങ്ങളും ചോദിക്കാൻ എൻ്റെ മനസ്സ് വിലക്കുന്നു. എനിക്കെന്തുകൊണ്ടാണ് ചേച്ചിയോട് മുഖത്ത് നോക്കി സംസാരിക്കാൻ കഴിയാത്തത്? ചേച്ചിയെ കാണുമ്പോൾ ഇപ്പോൾ എൻ്റെ മനസ്സ് മാറി തുടങ്ങിയിരിക്കുന്നു. ആ രാത്രിയിലെ അനുഭവങ്ങൾ മൂലം എനിക്ക് വേറെന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നുണ്ട്. ആ ചിന്തകൾ എങ്ങനെ ഒഴിവാക്കാം? എന്നെപ്പോലെയൊന്നും ചേച്ചിക്ക് എന്താണ് പ്രശ്നമില്ലാത്തത്? സ്ത്രീകൾക്ക് ഇത്രയും ശക്തിയുള്ള മനസ്സാണോ? അതോ അന്ന് വന്നത് ചേച്ചി ആയിരിക്കില്ലേ? എനിക്കെന്താ കുട്ടികളാകാത്തത്? ഇനിയിപ്പോൾ ഞാൻ വേറെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യണോ? എനിക്ക് ആ കൂടി വല്ലാത്തൊരു പാവബോധവും തോന്നുന്നുണ്ട്. എല്ലാം കൂടി ചേർന്ന് വല്ലാത്തൊരു അവസ്ഥയാണ്. എന്തായാലും ചേച്ചിയും അമ്മയും കൂടെ അവരുടെ ജീവിതം സ്മൂത്തായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കളിച്ച ഒരു വലിയ രഹസ്യം ഇതിന് പിന്നിലുണ്ട്. അത് ചിലപ്പോൾ ഉറങ്ങിയപ്പോൾ കളക്ട് ചെയ്താണെന്ന് പറയുന്നത് അതിന് വേണമെങ്കിൽ ചെറിയൊരു ചാൻസ് ഉണ്ട്. വേണമെങ്കിൽ അങ്ങനെയും ആകാമെന്ന് നമുക്ക് ചിന്തിക്കാം. പിന്നെ ഈ പറഞ്ഞതുപോലെ അന്ന് രാത്രിയിൽ വന്ന കാര്യം അത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ സത്യമായിരിക്കാം, കസിനൊന്നും ആയിരിക്കില്ല. എന്തായാലും ഈ സംഭവം നടന്നു കഴിഞ്ഞു. പിന്നെ ചേച്ചിയും അമ്മയൊക്കെ കൂളായിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം അവർ തീർത്തു. കാര്യം അവർക്ക് വലിയൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞപ്പോഴേക്കും അവർ രണ്ടുപേരും കൂടെ ആലോചിച്ചോ അല്ലെങ്കിൽ ചേച്ചി മാത്രം ആലോചിച്ചോ അവർ ഒരു കുതന്ത്രം മെനഞ്ഞു. മറ്റാരെങ്കിലും പറഞ്ഞു കൊടുത്തിരിക്കാം. അത് ഏത് രീതിയിലാണെങ്കിലും അവർ സാധിച്ചെടുത്തു. ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ചിട്ട് വലിയ ഭയമൊന്നുമില്ല. അതൊന്നും ഇനി കണ്ടുപിടിക്കാൻ പോകുന്നില്ലെന്ന് അവർക്ക് അറിയാം. പിന്നെ കുറ്റബോധമില്ലാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റബോധം കൊണ്ട് കാര്യമില്ല. കാര്യം അന്ന് അവർ നിലനിൽക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണ്. അപ്പം ആ കുറ്റബോധം വെച്ചുകൊണ്ടിരുന്ന് ഞാൻ വല്ലതും നടക്കുമോ? അതുകൊണ്ട് ഉറച്ചൊരു തീരുമാനം എടുത്തിറങ്ങിയത് കൊണ്ട് അവർക്ക് കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല. ജീവിതത്തിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാ അഭിനയങ്ങളും പ്രാക്ടിക്കലായിട്ട് പഠിച്ചിട്ടാണ് അവരതിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഇതിനി എങ്ങനെ സംഭവിച്ചു എങ്ങനെ സംഭവിച്ചില്ല എന്നൊക്കെ ആലോചിച്ചിരുന്ന് പിന്നെ ചേച്ചിയോട് അങ്ങനെ തോന്നുന്നു പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. അവരുടെ ജീവിതം നന്നാക്കാൻ വേണ്ടിയിട്ട് അവർ കാണിച്ച ഒരു കള്ളത്തരം, ആ കള്ളത്തരത്തെ നിങ്ങളിപ്പോൾ കൂടുതൽ ആലോചിച്ച് തല പുണ്ണാക്കിയിട്ട് എന്താ കാര്യം? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുട്ടി ഉണ്ടാകണം, ഭാര്യയുമായിട്ട് സ്നേഹം വേണം, ഇതൊക്കെയല്ലേ വേണ്ടത്? നടന്നുപോയ വലിയ രഹസ്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിരുന്നിട്ട് എന്താ കാര്യം? അവിടെ നടന്നു. ഇപ്പോൾ ഈ പറഞ്ഞത് കസിനല്ല വന്നത് എന്ന് വെച്ചു, എന്നാലും അത് നടന്നു കഴിഞ്ഞു. സംഭവിച്ച കാര്യങ്ങൾ അവർക്ക് ഓക്കെയാണ്, അവരത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്തു. പിന്നെ ഇപ്പോൾ പണ്ട് സംഭവിച്ച കാര്യം ഓർത്ത് നിങ്ങൾ ഇത്രയും ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് എന്ത് കാര്യമാണ്? നടന്നുപോയ കാര്യങ്ങൾ നടന്നു. അതെങ്ങനെയാണെങ്കിലും ഓക്കെ, തെറ്റ് സംഭവിച്ചെങ്കിൽ ഓക്കെ, അത്രേ ഉള്ളൂ. ആ തെറ്റിനെ ഇനിയിപ്പോൾ നിങ്ങളിട്ട് താരാട്ട് പാടി പ്രശ്നം ഉണ്ടാക്കണ്ട, മനസ്സ് കാമാക്കുക, നിങ്ങളുടെ ജീവിതത്തെ മാത്രം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്താ നേടേണ്ടത്? നിങ്ങളുടെ ഭാര്യമായിട്ടുള്ള സ്നേഹമാണ്. ഇനി ഒരു കുട്ടി ഉണ്ടാകണം. അപ്പോൾ അമ്മയും ചേച്ചിയും പറഞ്ഞ എന്താണ്, ഇങ്ങനെ കളക്ട് ചെയ്ത് ഡോക്ടറെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഡോക്ടർ അങ്ങ് ശരിയാക്കി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ ഒന്നുമില്ല, നേരെ ഒരു ഇൻഫെർട്ടിലിറ്റി സെൻ്ററിലേക്ക് അല്ലെങ്കിൽ IVF സെൻ്ററിലേക്ക് അങ്ങ് ചെല്ലുക. അവരാണെങ്കിൽ ഭാര്യയുടെ രോഗവരൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും വല്ല പടിഞ്ഞതോ അല്ലെങ്കിൽ മുഴകളോ എല്ലാം കാണാതിരിക്കുക, അതൊക്കെ ശരിയാക്കിയിട്ട് അത് ഡയറക്റ്റായിട്ട് എടുത്ത് അങ്ങ് പ്രോസസ്സ് ചെയ്ത ഒരു കുട്ടി ഉണ്ടാകുമല്ലോ. കുറച്ച് പണച്ചിലവാകും, അത്രേ ഉള്ളൂ. അപ്പോൾ സാധാരണ ട്രീറ്റ്മെൻറ്റിൽ നിന്ന് ഒരു ഇൻഫെർട്ടിലിറ്റി സെൻ്ററിലേക്ക് ചെല്ലുക, നിങ്ങളുടെ കാര്യങ്ങൾ റെഡിയാകും, കുട്ടികളുണ്ടാകും. അപ്പോൾ സാധാരണ ട്രീറ്റ്മെൻറ്റ് നടന്നു കഴിഞ്ഞാൽ ചിലപ്പം അതൊക്കെ കാലതാമസം എടുത്തേക്കും, അത്രേ ഉള്ളൂ കാര്യം. ചേച്ചിയുടെ ജീവിതം ചേച്ചിക്ക് അവരെ കാണിച്ചത് ശരിയല്ല എങ്കിൽ കൂടിയും അതിനെ ഭയങ്കരമായിട്ട് താലോലിക്കാനും പോകേണ്ട കാര്യമില്ല, ഭയങ്കരമായിട്ട് ചിന്തിക്കാനും പോകേണ്ട കാര്യമില്ല. ഒരു കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി മനുഷ്യർ എന്ത് വേണമെങ്കിലും രഹസ്യങ്ങൾ കാണിക്കും എല്ലായിടത്തും. അത് നിങ്ങൾക്കാണെങ്കിലും ചിലപ്പോൾ നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. നല്ല ബുദ്ധിയേക്കാൾ കൂടുതൽ ആളുകൾക്ക് കുബുദ്ധിയായിരിക്കും. പക്ഷേ അതിലെ ലോലമായ വശങ്ങൾ മാത്രം ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിയായിട്ട് ജീവിക്കാൻ പറ്റില്ല. അവർ പെരുമാറുന്ന പോലെ നിങ്ങളും പെരുമാറി നിങ്ങളും ഭാര്യയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തി നിങ്ങളുടെ ആവശ്യങ്ങൾ മാത്രം നോക്കിയിട്ട് വരും. അല്ലാതെ മൃദുലമായ വികാരങ്ങളുടെ പുറകെ പോകേണ്ട കാര്യമില്ല. അത്തരം ചിന്തകൾ വരുമ്പോൾ
പറയുമ്പോൾ നിയന്ത്രിക്കുക. ഭാര്യയുണ്ടല്ലോ, അവരുമായിട്ട് കൂടുതൽ സ്നേഹത്തിൽ പോകും, അത്രേ ഉള്ളൂ.